ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഉത്സവം കാണാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇത് പിന്നെ എൻ്റെ കസിൻ ഹൃദയ, അത് വല്യമ്മയാണ് കേട്ടോ. വല്യമ്മേനെ പിടിച്ചൊരു വീഡിയോ എടുത്തതാണ്. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതെൻ്റെ അമ്മയാണ്. ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ പേര് ദൃശ്യ. ആ ഉണ്ണി ആ വീട്ടിലെ ഉണ്ണിയാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ അച്ഛനെ നന്നായി നോക്കിക്കോ. അച്ഛനെ എനിക്ക് നോക്കാനൊന്നും കിട്ടില്ല, വീഡിയോയിൽ അങ്ങനെ വരാറില്ല ആൾ. നേരത്തെ കണ്ട ദൃശ്യ ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ ഇത്. അമ്മയും ചേച്ചിയുടെ കുട്ടിയാണ് ഋഷി. അവൻ ഫോട്ടോ എടുക്കാൻ അങ്ങനെ നിന്ന് വരുന്നില്ല. അപ്പോൾ അവൻ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ നേരത്തെ കണ്ട ഉണ്ണിയുടെ ചേട്ടനാണ് കേട്ടോ ഇത്. ഇവരുടെ വീട്ടിലേക്കാണ് നമ്മൾ ഉത്സവം കാണാൻ വന്നിരിക്കുന്നത്. ഇത് പിന്നെ എൻ്റെ കസിൻ പ്രസാദേട്ടൻ. ഇത് പിന്നെ ഏട്ടനും ഏടത്തിയമ്മ. ഇവരെ വിളിച്ചിട്ടാണ് അവൾ ആലപ്പുഴയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ വീടാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഉത്സവത്തിന് പോകാനുള്ള തിരക്കിലാണ്. ഒരുപാട് നടക്കാനൊന്നുമില്ല കേട്ടോ, ഭയങ്കര അടുത്താണ്. പിന്നെ ഈ കാണാനാരായിട്ടാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഈ കാളകളാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ആനകളൊന്നുമല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ ആനകളാണ് കൂടുതലും ഉണ്ടാവുക. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തിരക്കുള്ളൊരു പൂരം ഞാൻ ചാലിശ്ശേരി പൂരം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇവിടേക്ക് വന്നിട്ടാണ് ഇത്രയും തിരക്കുള്ളൊരു പൂരം കാണുന്നത്. ഇവിടെ പൂരം എന്ന് പറയില്ല, അവിടെ ഉത്സവം എന്നേ പറയുള്ളൂ. ഒത്തിരി കാഴ്ചകളും പരിപൂർണമായി ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പ്രത്യേകങ്ങളെ അറിയിക്കുകയാണ്. ക്ഷേത്ര പരിസരവും കളിക്കട്ടവും പരിപൂർണമായി ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പ്രത്യേകങ്ങളെ അറിയിക്കുകയാണ്. തിരുവുത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പെണ്ണുത്സവങ്ങൾ ഒന്നതായി കളിക്കണ്ടത്തിൽ അണിനിരന്നു കഴിഞ്ഞു. എല്ലാ നദീകേശന്മാരും കളിക്കണ്ടത്തിൽ അണിനിരന്നതിനു ശേഷം ശ്രീകോവിലിൽ നിന്നും ശ്രീ മഹാദേവൻ ആദ്യപൂർവ്വമായ നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ എല്ലാ ഭക്തരെയും കളിക്കണ്ടത്തിലേക്ക് ആശ്രയമായി കാര്യങ്ങളാണെത്തിക്കുകയാണ്. യഥാകാലത്ത് എഴുന്നള്ളിച്ചിരിക്കുമെന്ന് അറിയിക്കുന്നു. നദികേശന്മാരെ എഴുന്നള്ളിക്കുന്ന വഴിത്താരകൾ സുഗമമാക്കി കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്.
നന്ദികേശ്വരന്മാരെ യഥാസ്ഥാനത്ത് എഴുന്നള്ളിച്ചിരുത്തണമെന്ന് അറിയിക്കുകയാണ്. നന്ദികേശ്വരന്മാരെ യഥാസ്ഥാനത്തേക്ക് എഴുന്നള്ളിച്ചിരുത്തുക. കരയുടെ ക്രമത്തിൽ കെട്ടുത്സവങ്ങൾ ഒന്നതായി എഴുന്നള്ളിച്ചിരുത്തണമെന്ന് അറിയിക്കുകയാണ്. ഒരുപാട് വലുപ്പത്തിലുള്ള കാളകളാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഫോണിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷെ നല്ല വലുപ്പമുണ്ട് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഞാനങ്ങനെ ഒരുപാട് പൂരങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അവിടെ അടുത്തുള്ള പൂരങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്, ഇങ്ങനെ ദൂരത്തേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ ഫസ്റ്റ് ടൈമാണ്. കുറേ കാളകളുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഏറ്റവും വലിയ കാളയാണിത്. ഇതിനിങ്ങനെ വലിച്ച് കൊണ്ടുപോവാണ് ചെയ്യുക കേട്ടോ. ഏറ്റവും വലിയ കാളേനെ ക്രെയിനൊക്കെ വെച്ചിട്ട് വലിച്ച് അമ്പലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പം നേരെ സന്ധ്യ ആയിട്ടുണ്ട്. നടന്ന് കാല് കടഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സമയത്താണ് ഈ കാളകളെയൊക്കെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുക കേട്ടോ. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കുളത്തിനടുത്ത് ഇരിക്കുകയാണ്. എല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാളകളേനെ ഇങ്ങനെ ആളുകൾ കൂടിയിട്ട് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. ഇത്രയും സ്പീഡില്ല, ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ്. നല്ല വലിയ ഐറ്റമല്ലേ, അപ്പോൾ അങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാടുണ്ടാവുമല്ലോ. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്ന് എണീറ്റിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോണ വഴിക്ക് ഞങ്ങൾ മേടിച്ചൊരു സാധനമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എവിടെ കണ്ടാലും ഇത് മേടിക്കാറുണ്ട്. എനിക്ക് വല്യമ്മ മേടിച്ചു തന്നതാണ് കേട്ടോ. ഞങ്ങളതൊക്കെ മേടിച്ചു കഴിച്ചു. ആ സമയത്തൊക്കെ കാളകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്നിട്ട് അതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിന്നേ. ഇത്രയും ഹൈറ്റിലുള്ള സംഭവങ്ങളൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിന് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.